റൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് ഈ തീയലിൻ്റെ റെസിപ്പി. എൻ്റെ അമ്മയ്ക്ക് പണ്ട് അമ്മൂമ്മ ഒക്കെ ചെയ്ത് കൊടുത്ത ഒരു തീയലാണ് ഇത്. അതായത് എന്താണെന്ന് അറിയണ്ടേ? ചെമ്പരത്തി മുട്ട് കൊണ്ട്, ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ട് കൊണ്ട് ഒരു തീയലാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമേ. തുടർന്ന് വരുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ 10 ചെമ്പരത്തി മുട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 10-20 ഉള്ളി, കൊച്ചുള്ളിയാണ് ഇതിന് ഏറ്റവും യോജിച്ചത്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും അതിൻ്റെ കൂടെ 3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു പിടി കുരുമുളകുണ്ട്, കുറച്ച് തൊമരയുണ്ട്, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊന്ന് വറുത്ത് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവയും വെളുത്തുള്ളിയും ഉഴുന്നുപരിപ്പും തൊമരയും കൂടെ ചേർത്താണ് നമ്മൾ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നത്. തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്ത് വന്ന് അതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തേങ്ങയോട് ചേർന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേ തീയലിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളൊക്കെ വഴറ്റി എടുക്കാം. നമുക്ക് തീയലിൻ്റെ സാധനങ്ങളൊക്കെ വഴറ്റുന്നതിന് വേണ്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോഴത്തേക്ക് 2 കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ടി വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചെമ്പരത്തി മുട്ട് ചേർക്കുന്നത്. ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്കും നമ്മുടെ ആയുരാരോഗ്യത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മുടെ ഈ ചെമ്പരത്തി മുട്ടാണ് ഞാനിനി അടുത്ത് ഇടാൻ പോകുന്നത്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനുള്ള എല്ലാ തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി. വെള്ളം ചേർക്കാതാണ് ഞാൻ ഇത് അരച്ചെടുത്തേക്കുന്നത്. നമുക്ക് അത് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കത് ചെയ്തെടുക്കാം. മുട്ടും എല്ലാം കൂടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തീയലിൽ പുളി ചേർത്ത് കൊടുത്ത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തീയലാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചെമ്പരത്തി മുട്ട് തീയൽ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, അതൊരു സസ്പെൻസാണ്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി റോസ് വാട്ടറും കൂടെ ചേർക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇതിനകത്ത് ഇച്ചിരി റോസ് വാട്ടറും കൂടെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനകത്ത് ഇച്ചിരി ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മുടെ തീയലിവിടെ തയ്യാറായി. നല്ല കളറും നല്ല മണവും നല്ല രുചിയും ആണ്. നമ്മുടെ തീയലിവിടെ തയ്യാറായി. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നല്ല കളറും നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, കഴിക്കാൻ തോന്നുക. ചോറ് എത്ര ഒന്നൊന്നും തന്നെ അറിയത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ്.
ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.